ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ടോ ഞാൻ ഈ ഡയലോഗ് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ഒരു മാസത്തോളമായി വീഡിയോ ഇട്ടിട്ട് നമ്മൾ നാട്ടിൽ പോയതിന് ശേഷം ഒരുപാട് വീഡിയോ ഇടണം എന്ന് പറഞ്ഞ ആഗ്രഹത്തോടു കൂടി പോയതായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ഹോസ്പിറ്റൽ കാര്യങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സ്റ്റാർട്ടിങ് നാട്ടിലോട്ട് പോയപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടുത്തെ നാട്ടിലെ വിശേഷങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഇടാൻ പറ്റില്ല. ഇപ്പം ഇട്ടെന്ന് വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് എല്ലാ വീടിൻ്റെ കുറച്ച് അതായത് നമ്മൾ ഒരു മാസം അവിടെ നാട്ടിൽ നിന്നിട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ എല്ലാ വിശേഷങ്ങളിട്ട് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നാട്ടിലോട്ട് പോയപ്പോൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടും കുറേ പേര് അഭിപ്രായം പറഞ്ഞിട്ടോ. കുഞ്ഞു മക്കളൊക്കെ നമ്മുടെ ഇവക്കുട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അവർക്ക് അറിയുന്ന സമയത്തൊക്കെ ഇവക്കുട്ടിൻ്റെ വീഡിയോ വെച്ച് കൊടുത്താൽ മതി എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം സന്തോഷം മാത്രമേ ഉള്ളൂ. കുറച്ച് പേര് നെഗറ്റീവ് കമൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതൊന്നും കാര്യമാക്കണ്ട. നല്ലത് വല്ലതുണ്ടെന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കുന്നതാണ്. പക്ഷെ ഇപ്പം നെഗറ്റീവ് പറഞ്ഞ് എല്ലാവർക്കും ഒരു കണ്ണിലൂടെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും പുതിയ വീഡിയോ ഇട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യണം. മാസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നിങ്ങൾ നമ്മുടെ വീഡിയോ ഇനിയും കണ്ടിന്യൂ ചെയ്ത് കാണണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അങ്ങനെ നമ്മൾ നാട്ടിലോട്ട് പോകുകയാണ് കേട്ടോ. ഒരു ഏപ്രിൽ 10 നമ്മൾ നാട്ടിലോട്ട് പോയത്. നമുക്ക് ട്രെയിന് വന്നിട്ട് മടുഗോവിൽ നിന്നായിരുന്നു കേട്ടോ ട്രെയിന്. അപ്പം നമ്മൾ മടുഗോവിലെത്തി. ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. 4:30 കേട്ടോ നമുക്ക് ട്രെയിന്. സാധാരണ ഇന്നും വൈകി വരാറുള്ളതാണ്. ഇന്നെന്താണോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 4:30 വന്നു. പിറ്റേ ദിവസം നമ്മൾക്ക് 5 മണിക്കായിരുന്നു കേട്ടോ ട്രെയിന്. അതായത് തൃശ്ശൂരിൽ ഇറങ്ങേണ്ടത് 5 മണിക്കായിരുന്നു കേട്ടോ. ഉറക്കമൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ 5 മണിയായപ്പോൾ ഇവക്കുട്ടി നല്ല ഉറക്കമാണ്. അവളെ എടുത്തിട്ട് നമ്മളിതാ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണേ. ഏതാണ്ട് നമ്മൾ ഒരു മാസമൊക്കെ ആയിട്ടോ വീഡിയോ എടുത്തത്. മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം വീഡിയോ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വീടെത്തിയപ്പോൾ തന്നെ ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മൻ്റെ അടുത്ത് ഭയങ്കര സെറ്റായ ആൾ. മറന്നിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ എന്നും വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം അച്ഛനെ മറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ. അതിൻ്റെ ഒരു ചെറിയ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയും അമ്മയും ചേച്ചീൻ്റെ മക്കളൊക്കെയാണ് കേട്ടോ. അത് അവളുടെ അനിയൻകുട്ടനെ കാണാൻ വേണ്ടി ഓടി വന്നതാണ് കേട്ടോ അവൾ. അത് കഴിഞ്ഞ് നമ്മുടെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് നമ്മൾ വിഷുവിനുള്ള ഡ്രസ്സും അവളുടെ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സും കൂടിയിട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ വിഷുവിൻ്റെ വീഡിയോ കണ്ടാൽ അറിയും. ഇതായിരുന്നു കേട്ടോ നമ്മൾ വിഷുവിന് എടുത്തിട്ടുണ്ടായിരുന്നു. പോയപാട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിതാ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് നമ്മൾ 2 ഡ്രസ്സാണ് നോക്കിയത്. ഒന്ന് ഇതും പിന്നെ ഇതിൻ്റെ വേറൊരു കളർ ഡിഫറൻറ്റ്. അത് അത്രയത്തെ ശാന്തമില്ലാത്ത പോലെ തോന്നി. അത് കാരണം നമ്മൾ ഇതെടുത്തു. ബർത്ത്ഡേൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം നമുക്ക് വേലയുണ്ടായിരുന്നു കേട്ടോ. ആലത്തൂരുകാരുടെ വേല, പുതിയങ്കം വേല. അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ആ വേലയൊക്കെ പോയി കണ്ടു. നമുക്ക് ഒരുപാട് നാളായി, അതായത് ഒരു 1, 2, 3 വർഷമായി തോന്നുന്നു നമ്മൾ വേല കൂടിയിട്ട്. ഏതാണ്ട് കല്യാണത്തിനൊക്കെ മുൻപ് നമ്മൾ കൂടിയതാണ്. അപ്പോൾ നമ്മൾ വേലയൊക്കെ പോയി കണ്ടായിരുന്നേ. 12-ാം തീയതി ആയിരുന്നു വേല. പുലർച്ചത്തെ വേലത്തോട് കൂടിയത് 13-ാം തീയതി വേലത്തോടു കൂടി ആ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ 14-ാം തീയതി വിഷു ആണ്. വിഷു ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ആഘോഷിച്ചത്. അപ്പോൾ സെറ്റ് ചെയ്ത് ഞാനും ഏട്ടനും കൂടിയിട്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വിഷു കഴിഞ്ഞിട്ട് 1 മാസം ആയില്ലേ. പക്ഷെ നമുക്ക് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണമായിരുന്നു കേട്ടോ നമ്മൾ ഇടാണ്ടായത്. നമ്മൾ ഇവക്കുട്ടിനെ കണി കാണിക്കുകയായിരുന്നു കേട്ടോ. നമ്മളൊക്കെ ഏതാണ്ട് 4 മണിക്ക് എണീറ്റു. കുഞ്ഞാറ്റനെ ഒരു 5:30 ആ ടൈം ആയ സമയത്ത് 5:30-6 മണി ആയപ്പോഴാണ് അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത്ര വലിയ ഷാർട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ അടുത്ത് തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എണിപ്പിക്കും കാണിക്കും എന്നൊക്കെ പറഞ്ഞ കാരണം അത്ര വലിയ ഷാർട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവളത് ദൈവത്തിനെയൊക്കെ തൊഴുത് നല്ല കുട്ടിയായിട്ടിരുന്നു. നമ്മളൊക്കെ മുൻപ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷു കണി കണ്ടും ചെയ്തു കഴിഞ്ഞിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവക്കുട്ടിൻ്റെ മാത്രമാണ് കേട്ടോ നമ്മൾ എടുത്തത്. അത് കഴിഞ്ഞ് നമ്മളിതാ വിഷു കണി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണേ. അച്ഛനാണ് കേട്ടോ വിഷു കണി കൊടുക്കുന്നത്. ഇവക്കുട്ടിൻ്റെ അച്ഛനാണ് വിഷു കണി കൊടുക്കുന്നത്. അപ്പോൾ അതും വിഷു കണിയും കഴിഞ്ഞ് നമ്മൾ നേരെ പടക്കം പൊട്ടിക്കാനുള്ള കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പടക്കം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് നമ്മൾ അധികം വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവക്കുട്ടിക്ക് പേടിയാണ്. പടക്കത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ലപോലെ പേടിയാണ്. നമ്മൾ പൂത്തിരി, മത്താപ്പ്, കമ്പിത്തിരി അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് രാവിലെ എണിച്ച് കുളിച്ച് അവൾക്ക് നല്ല ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. നമ്മൾ പോയി എടുത്ത ഡ്രസ്സാണിത്. കുറേ ആയി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അത് കാരണം അവൾക്ക് ഇട്ട സമയത്ത് കുറച്ച് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൽ തൊഴാനാണ് കേട്ടോ പോയത്. 1-2 അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോയി തൊഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളന്ന് വൈകുന്നേരം പോത്തുണ്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. പോത്തുണ്ടിയിൽ ജസ്റ്റ് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വെറുതെ വീട്ടിൽ നിന്ന് ബോറടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് പോത്തുണ്ടി പോയി. ഏട്ടൻ്റെ വീട് നെമ്മാറയാണ്. അപ്പോൾ അത്ര വലിയ ദൂരം ഉണ്ടായിരുന്നില്ല പോത്തുണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ
കുറച്ച് നേരമൊക്കെ കളിച്ച് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരു കുതിര റൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കുതിര വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇത്തിരി മഴ പെയ്യണതിൻ്റെയും തണുപ്പും കാറ്റൊക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ലപോലെ ഇഷ്ടമായിരുന്നു കേട്ടോ. ഇവക്കുട്ടിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. അത് കാരണം കുറച്ചൊക്കെ പോയപ്പോൾ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നേ. ചെറിയൊരു കുട്ടിയുണ്ടോ ഓട്ടിക്കുന്നത്, ഏതാണ്ട് ഒരു 6 7 പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ് ഓട്ടിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പിറ്റേ ദിവസം 15-ാം തീയതി അയിലൂർ വേലയായിരുന്നു കേട്ടോ. അപ്പോൾ വേല ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള പെറ്റ് പാർക്കിൽ പോയതാണ്. നമ്മൾ നെമ്മാറിലുള്ളൊരു പെറ്റ് പാർക്കിൽ പോയതാണ് കേട്ടോ. അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, പാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുൻപ് ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, തൃശ്ശൂർ പോയിട്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള കാരണം അത്ര വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പാമ്പ് ഇടുന്ന സമയത്ത് ഒരു ചെറിയൊരു എന്തോ പോലെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അതാണെങ്കിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. പാമ്പ് മാത്രമല്ല കേട്ടോ, കുറേ കാര്യങ്ങളുണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇവക്കോട്ടേക്ക് ഇതൊക്കെ അറിഞ്ഞു തുടങ്ങിയതിന് ശേഷം പാമ്പും കാര്യങ്ങളൊക്കെ കണ്ടാൽ പേടിയാണ് കേട്ടോ. കിളി, തത്ത അങ്ങനത്തെ ഉള്ളതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നിരുന്നാലും തൊടുന്നില്ല, ഇങ്ങനെ നോക്കി വർത്താനം പറയുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കൂടെ അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പാമ്പിനൊക്കെ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു കാണുമ്പോഴൊന്നും. അത് കാരണം അവരൊന്നും എടുത്തില്ല. അമ്മ ദാ ഈ സാധനത്തെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ എല്ലാം എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് ഞാനും. എനിക്കിഷ്ടമാണ് പാമ്പ് കാര്യങ്ങൾ. അങ്ങനെ അത്ര വലിയ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ചെറിയ തത്ത അങ്ങനത്തെ ഉള്ള സംഭവത്തിനൊക്കെയാണ് എടുത്തത്. ഇത് എൻ്റെ ചേച്ചിൻ്റെ മോളാണേ. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അത് ഇതിനെ വെച്ച് കുറച്ച് അധികം അനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അത്ര പോരാ. ആ കാണുന്ന പാമ്പും ഈ സാധനങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ കൂട്ടിൽ കയറ്റി ചെറിയ ചെറിയ സാധനങ്ങളായിരുന്നു. അത് കാരണം എനിക്ക് അത്ര ആവറേജ് ആയിട്ടേ തോന്നിയുള്ളൂ. പക്ഷേ ഫാമിലി ആയിട്ടൊക്കെ വരാം, കുട്ടികളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം കേട്ടോ. നമ്മുടെ പാലക്കാട് ഇങ്ങനത്തെ ഒരു സംഭവം പൊളിയാണ്. അപ്പോൾ അവിടെ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. ആളും ഭയങ്കര സെറ്റാണ്. നമ്മുടെ കൂടെ എല്ലാവരുടെ കൂടിയും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം വേലയ്ക്ക് പോയിട്ട് വീട്ടുകാർ നിന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടുകാർ നിന്നിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ചെറിയ കുഞ്ഞായിരുന്നു. പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സൗണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേലപ്പന്തൽ കണ്ട് പടക്കവും പൊട്ടിച്ച് നമ്മൾ അവിടെ നിന്നൊരു സംഭവമൊക്കെ കഴിച്ചിട്ട് മെല്ലെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം വന്നതിൽ ഗുണം നമ്മൾക്ക് വേലകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അയിലൂരത്തെ വേല കൂടുന്നത്. എന്നെ കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്നത് അയിലൂർ, നെമ്മാർ അയിലൂരാണ്. എന്നിട്ട് നമുക്ക് അപ്പോഴാണ് കേട്ടോ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. വെടിക്കെട്ടും ഉണ്ടായിരുന്നു. വെടിക്കെട്ടും കണ്ടിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നല്ല വെടിക്കെട്ട് തന്നെയായിരുന്നു. കുഞ്ഞാറ്റ നിൽക്കില്ല എന്നാണ് കേട്ടോ വിചാരിച്ചത്. ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു കേട്ടോ. അവസാനമൊക്കെ കാണിച്ചത് ഭയങ്കര ഇറിറ്റേഷനായി സൗണ്ട് കാരണം, പേടിയായിട്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നിന്നു കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 14-ാം തീയതി വരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ മുൻപ് പറഞ്ഞല്ല, ചെറിയ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളായതുകൊണ്ട് പിന്നീട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത് നമ്മുടെ ഇവക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. മെയ് 9-ന് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും അത്യാവശ്യം കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യമായിട്ട് നമ്മൾ അത്രമാത്രം വീഡിയോ എടുത്തതുമില്ല, നമ്മളധികം ആഘോഷിച്ചതൊന്നുമില്ല. നമ്മൾ ഫാമിലി മാത്രം, വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഇവിടെ നിന്ന് ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവക്കുട്ടിക്ക് ബർത്ത്ഡേ കേക്ക് ഇങ്ങനത്തെ സെലിബ്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ചെറിയ രീതിയിലൊരു ആഘോഷം, നമ്മൾ ഫാമിലി മാത്രമായിട്ട് ചെറിയ രീതിയിൽ ആഘോഷം കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇരുത്തിയതാണ് കേട്ടോ ആളെ. ഡ്രസ്സ് കാരണം അവൾ ഇടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഡ്രസ്സ് വേണ്ട, എനിക്ക് ഇറിറ്റേഷൻ ആവണോ കുത്തണോ എന്നൊക്കെ പറഞ്ഞ് ഒരേ വാശിയായിരുന്നു. അപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ട് ഇടിയിപ്പിച്ചതാണ്. അപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വേണ്ടി ഇരുത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണേ. അങ്ങനെ നമ്മളിതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. ഫുഡ് നമുക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, മറന്നു പോയി കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ചേച്ചിയും എല്ലാവരും പിരിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 12-ാം തീയതി, മെയ് 12-ാം തീയതി ആയപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അത് ഞങ്ങൾ വീട്ടിൽ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ചെറിയൊരു കേക്കൊക്കെ മുറിച്ചു. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വരിക്കണശ്ശേരി മനയ്ക്കാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് വരിക്കണശ്ശേരി മനയ്ക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ആഗ്രഹമായിരുന്നു അവിടെ നിന്ന് പോകണം, ഷൂട്ടിങ് ഇത്രയും പാലക്കാട് നടന്നതല്ലേ, ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പോയി കണ്ടു, നമുക്കൊക്കെ ഓക്കെയാണ് കേട്ടോ. പക്ഷേ കുട്ടികൾക്കൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ തൃശ്ശൂർ ഫെസ്റ്റിനാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. അന്നേ ദിവസം തന്നെ തൃശ്ശൂർ ഫെസ്റ്റിന് പോയി. അവിടെ ഒരു ഫിഷിൻ്റെ ഒരു സംഭവം, അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു. ഞാനും ചേട്ടനും മാത്രം രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് മുറിച്ചിട്ടോ. ഇവക്കുട്ടിയൊക്കെ ഉറങ്ങി. വീട്ടിൽ അമ്മയും ചേച്ചിയൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിലൊരു കേക്കൊക്കെ മുറിച്ച് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മൾ മുൻപ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്കൊരു വീഡിയോ ഇടാൻ പറ്റാത്ത കാരണമാണ് എല്ലാം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അത്ര വലിയ ലോങ് വീഡിയോസ് ഒന്നും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കൂടിയിട്ട് അത് കാരണം കേട്ടോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇനിയും നമ്മൾ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.